Good morning, children. Today we are moving to a new chapter on money, profit and loss. First you have to study what are the money and addition and subtraction operations on money. Then we can move to profit and loss. Okay? Clear to all of you? So let us start with currency. The word currency is very clear to you. What is currency? System of money that a country uses is called its currency. And our country is India. So in India, we count money in which way? Either in rupees or in paise. Now, system of money that a country uses or system of money used in a country is called its currency. And in our country, India, we count money in rupees and paise. റുപ്പീസ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് ടീച്ചർ ഹിന്ദിയിൽ നമ്മൾ രാ എന്നുള്ള ലെറ്റർ എഴുതില്ലേ അതുപോലെ എഴുതിയിട്ട് മുകളിൽ ഒരു ലൈന് തൊട്ട് താഴെ വീണ്ടും ഒരു ലൈന്. ഇതാണ് സിമ്പിൾ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റുപ്പീസ് എന്നുള്ളത്. പൈസ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ലെറ്റർ പി ആണ്, സ്മോൾ ലെറ്റർ പി ആണ്. Now we are going to study the conversion of rupees into paise ആണ് കേട്ടോ. റുപ്പീസിൽ നിന്നും എങ്ങനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിഗ് ടു സ്മോൾ എന്നുള്ള കണ്ടീഷനാണ്. അതായത് ബിഗ് യൂണിറ്റ് ടു സ്മോൾ യൂണിറ്റ് എന്നാണ്. കൺവേർഷൻ ഈസ് ഫ്രം ബിഗ് യൂണിറ്റ് ടു സ്മോൾ യൂണിറ്റ് എന്നാണ്. അപ്പോൾ കൺവേർഷൻ ഈസ് ഫ്രം ബിഗ് യൂണിറ്റ് ടു സ്മോൾ യൂണിറ്റ് ആകുമ്പോൾ ദ ഓപ്പറേഷൻ യൂസ്ഡ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൻഡ് ഹിയർ ഇൻ ഓർഡർ ടു കൺവേർട്ട് റുപ്പീസ് ആൻഡ് പൈസെ ദ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 is required എന്നാണ്. ഓക്കെ, ബിക്കോസ് 1 rupee is equal to 100 paise എന്നാണ്. ദാറ്റ് ഈസ് ദ കൺവേർഷൻ. ഇതാണ് കൺവേർഷൻ. 1 rupee എന്ന് പറയുന്നത് തിരിച്ചാട്ടോ എഴുതുക. സോറി, റുപ്പീസിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുക്കുക കേട്ടോ. റുപ്പീസ് 1 എന്ന് പറയുന്നത് 100 പൈസയ്ക്ക് ഈക്വൽ ആണ്. ദാറ്റ്സ് വൈ നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ ബിഗ് ടു സ്മോൾ ആണ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. Let us have some questions related to this. Convert the following into paise ആണ് അല്ലേ. അപ്പോൾ റുപ്പീസ് ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ദ സെയിം ഇൻ ടു പൈസ ആണ്. അപ്പോൾ കൺവേർഷൻ എന്താ പറഞ്ഞത്? റുപ്പീസ് ടു പൈസ ആവുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 100 എന്നല്ലേ. അപ്പോൾ ടീച്ചർ 75.23 ആണ് ഗിവൺ വാല്യൂ. അതിനെ ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ 100-ൽ 2 zeros ഉണ്ട്. ആൻഡ് ദർ ആർ 2 digits in the decimal place ആണ് അല്ലേ. എത്ര ഡെസിമൽ പ്ലേസിൽ എത്ര ഡിജിറ്റ്സാ? 2 digits ഉണ്ട്. അപ്പോൾ ഈ 2 ഡിജിറ്റ്സും ഈ 2 സീറോസും ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡെസിമൽ അങ്ങോട്ട് ക്യാൻസലായി പോയുമ്പോൾ ബാക്കി എത്ര വരും? 7523 എന്ന് വരും. ഡെസിമലിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 7523 പൈസെ 7523 പൈസ എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് റുപ്പീസ് 26.32 ആണ് അല്ലേ. വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു റുപ്പീസ് പൈസയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വാട്ട് വി വാണ്ട് ടു ഡു? മൾട്ടിപ്ലൈ ബൈ 100 ആണ്. എഗെയിൻ 2 digits ഇൻ ദ ഡെസിമൽ പ്ലേസ്, 2 zeros ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ ഡെസിമൽ ഗെറ്റ്സ് ക്യാൻസൽഡ് നൗ. ഹൗ മച്ച് വിൽ ബി കമ്മിങ്? 2632 പൈസ എന്ന് വന്നു. സിമിലർലി 12.50 ഇൻറ്റു 100 ആകുമ്പോൾ എന്ത് സംഭവിച്ചു? 1250 പൈസ. നെക്സ്റ്റ് വൺ, ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. 106.27 കൺവേർട്ട് ഇറ്റ് ഇൻ ടു പൈസ എന്നാണ്. ആൾ ഓഫ് യു ട്രൈ ദിസ് ആസ് ഹോംവർക്ക്. Secondly, we are moving to conversion of paise into rupees. The reverse process ആട്ടോ. Paise to rupees means here we are converting a smaller unit to bigger unit എന്നാണ് അല്ലേ. സ്മോളർ യൂണിറ്റിനെ ബിഗ്ഗർ യൂണിറ്റ് ആക്കുകയാണ്. സോ വി ഹാവ് ടു യൂസ് കൺവേർഷൻ എമൗണ്ട് 100 ആണ്. ബട്ട് വിച്ച് ഓപ്പറേഷൻ യു ഹാവ് ടു ഡു? സ്മോൾ ടു ബിഗ് ആകുമ്പോൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഡിവിഷൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us ഡു കൺവേർഷൻ ഇൻ ടു റുപ്പീസ് എന്നാണ്. പൈസ ഗിവൺ, കൺവേർട്ട് ഇൻ ടു റുപ്പീസ് എന്നാണ്. അപ്പോൾ 5 divided by 100 ആണ് അല്ലേ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഗെറ്റ്സ് ഡിക്രീസസ് എന്നാണ്. വാല്യൂ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് വേണം എന്നാണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ 100 വന്നപ്പോൾ വി നീഡ് 2 digits ഇൻ ദ ഡെസിമൽ പ്ലേസ് എന്നാണ്. അപ്പോൾ 2 digits കിട്ടാനായിട്ട് ടീച്ചറുടെ കയ്യിൽ 5 ഉണ്ട് അല്ലേ. സെക്കൻഡ് ഡിജിറ്റ് ഇല്ല. സോ വാട്ട് വി ഡു? ലെറ്റ് us have 1 0, then put a decimal point. 0.05 rupees. Finished.
നെക്സ്റ്റ് വൺ 1200 പൈസ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റസ് ഡിവൈഡ് ബൈ 100 എന്നാണ് അല്ലേ? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ 100 ആണ്. അതിലിവിടെ 2 സീറോസ്, ഇവിടെ 2 സീറോസ് ക്യാൻസൽ ചെയ്തു. 12/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ആണ്. എത്രയാണ് ആൻസർ? 12 റുപ്പീസ് എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ 80 പൈസ എന്നാണ് അല്ലേ? 80/100 ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു സീറോ ആൾറെഡി ക്യാൻസൽ ആയിട്ട് പോയി. പക്ഷേ പിന്നെ ഒരു സീറോ ഇവിടെ അല്ലേ? അപ്പോൾ ഒരു സീറോ ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര ഡിജിറ്റ് വേണം? ഒരു ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ പ്ലേസ് എന്നാണ്. അത്രയും റുപ്പീസ് എന്നാണ്. അപ്പോൾ 0.8 റുപ്പീസ് എന്നാണ്. 80 പൈസ എന്ന് പറഞ്ഞാൽ 0.8 റുപ്പീസ് എന്നാണ്. അടുത്തത് 1550 പൈസ എന്ന് പറയുമ്പോൾ ഡിവിഷൻ ബൈ 100 ആണ്. 1 സീറോ ക്യാൻസൽഡ് ആയി. ബട്ട് 1 സീറോ ഇവിടെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 155 എന്ന നമ്പറിൽ 1 പ്ലേസ് ഓഫ് ഡെസിമൽ എന്നാണ് അല്ലേ? ഒരു ഡിജിറ്റ് ഡെസിമലിൽ വരണം. കാരണം ഡിവിഷൻ ബൈ 10 ആണ് ഇവിടെ. അത്രയും റുപ്പീസ് ആയിട്ടത് മാറി. ക്ലിയർ ടു യു? നെക്സ്റ്റ് ടീച്ചർ ഈസ് മൂവിങ് അഡീഷൻ ഓഫ് മണിയാണ്. അഡീഷൻ ഓഫ് മണി സെയിം ആസ് ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അഡീഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് അല്ലേ? അഡീഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. ഈ ഡെസിമൽ പാർട്ടിൽ കിടക്കുന്ന ആളുകളാണ് പൈസ, ഇതിൽ കിടക്കുന്ന ആളുകളാണ് റുപ്പീസ്. അതുപോലെ ഇവിടെ ഇതിൽ കിടക്കുന്ന ആളുകളാണ് പൈസ, ഇതാണ് റുപ്പീസ് പാർട്ട് കേട്ടോ. അപ്പോൾ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത് പാർട്ട്? പൈസ ആയിട്ട് വരുന്നത്. ബാക്കി ഹോൾ നമ്പർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? റുപ്പീസ് എന്ന് പറയുക. അപ്പോൾ അഡീഷൻ ഓഫ് മണി സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ദ നമ്പേഴ്സ് 1 by 1, ആഡ് കോളം വൈസ് ആണ് അല്ലേ? ഇത് 100th പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ് അല്ലേ? 100th ആദ്യം ആഡ് ചെയ്യൂ. 9 + 5 14 ആണ്. 1 ബാലൻസ് വന്നു. 1 + 1 2, 2 + 9 11 ആണ്. ഡെസിമൽ ഇട്ടിട്ട് ക്യാരി ഓവർ ചെയ്തു. 9 + 10, 10 + 2 12 ആണ്. 1 ക്യാരി ഓവർ ആണ്. അപ്പോൾ 5 വന്നു. 1 + 1 2 വന്നു. ദിസ് ഈസ് അവർ റിക്വയേർഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഓഫ് ദ സെയിം കൈൻഡ് ആണ്. ലെറ്റ് us arrange them 1 by 1. Then we can add column wise. Isn't it? 100th digit ആദ്യം ആഡ് ചെയ്യൂ. 9 + 7 16, 1 balance. 3 + 1 4, 4 + 1 5 decimal point. Then 9 + 6 is 15 ആണ്. 1 balance. 4 വന്നു. Again 2 + 2 4 and put the symbol as rupees because ഇവിടെ rupees ആണ്, ഇവിടെ rupees ആണ്. Answer is also rupees എന്നാണ്. Clear? നെക്സ്റ്റ് വൺ സബ്ട്രാക്ഷൻ ഓഫ് മണി എന്നാണ് അല്ലേ? സബ്ട്രാക്ഷൻ ഈസ് സെയിം ആസ് അഡീഷൻ തന്നെയാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് അഡീഷൻ വാട്ട് യു ഹാവ് ടു ഡു? സബ്ട്രാക്ഷൻ ആണ്. സി ദാ ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 464 ഉണ്ട്, അതായത് ഹോൾ നമ്പർ പാർട്ട്. പക്ഷെ ഇവിടെ അതേ സ്ഥാനത്ത് 93 എന്നാണ്. അപ്പോൾ 93 ഇവിടെ അല്ല. ഓക്കെ, ഇത് 1സിൻ്റെ കോളം, 10സിൻ്റെ കോളം, 100ൻ്റെ കോളം. അപ്പോൾ മാറി എഴുതരുത്. കോളം വൈസ് സബ്ട്രാക്ഷൻ. 9 - 2 is 7, 3 - 2 1, 4 - 3 1, 6 - 9 not possible ആണ്. So let us borrow from 4. This becomes 16. 16 - 9 is 7 and here it is 3 now. That much rupees. 371.17. Okay. Next one again 669.50 minus of 91. Don't interchange the column. 0.94. Let us subtract. Here we can borrow from here. This 0 becomes 10. 10 - 4 is possible 6 times. But 4 - 9 possible alla. Let us borrow from here. So 14 - 9 is 5. And this is 8 now. 8 - 1 is 7. Again 6 - 9. Let us be here. Borrow from here. 16 - 9 is 7 തന്നെയാണ്. But 5 has no change. Bring it out. 577.56 rupees. 577.56. Next one on your textbook. Question number 1. Write the following in decimals എന്നാണ്. ഡെസിമൽസിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഈ പൈസയുടെ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമൽ പാർട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ബാക്കി റിമൈനിങ് തിങ്സ് എഴുതുക. ഫസ്റ്റ് ഇവിടെ എത്ര റിമൈൻ ചെയ്യുന്നത്? 2 rupees ആണ്. അപ്പോൾ 2 യു റൈറ്റ് ഇറ്റ് ആസ് 2.75. അടുത്തത് 12.50. That is paise parts falls in the decimal part എന്നാണ്. ഓക്കെ, പൈസ represents the decimal part of a decimal number എന്നാണ്. അപ്പോൾ അത് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. 200 rupees 75 paise means
200 has no change. It is in the part of whole number part. So 200.75. 300 rupees 21 paise means 300.21 rupees. Clear to all? Any other doubt? Children, next we are moving to multiplication and division of money. Okay, actually decimal case teacher has deleted this topic. So here also teacher is going to delete the topic. Don't worry, next year we are revising and we are starting with the same lesson. So you don't worry, we can study that. Clear to all? So teacher is deleting the topic multiplication and division of money. Okay. Next we are moving to real life application of money. Okay, when we have a situation that can be related with real life, how can we apply the addition of subtraction of money in that particular situation? So let us see. See, here is the question. 8th, first one only we need to do because these two are deleted questions. Okay, multiplication, other one is division. So teacher has deleted this one. Now let us move with this question. Seema bought a table for this much rupees and a table cloth for this much rupees. First she bought a table, then she bought a table cloth. Can move. First she bought a table. Table for how much rupees? Rupees 1119.19 rupees. Next she bought table cloth for how much rupees? What is the cost? 109.50. So these are the two items she bought. Who bought? Seema. Seema went to a shop and she bought a table of this much rupees and tablecloth of 109.50. So what is the total cost for her? Total cost equal to how much rupees? Seema എത്ര രൂപ ചെലവാക്കി? ടേബിൾ വാങ്ങാൻ ഇത്ര രൂപ കൊടുത്തു, ടേബിൾ ക്ലോത്ത് വാങ്ങാൻ ഇത്ര രൂപ കൊടുത്തു. അപ്പോൾ ആകെ എത്ര രൂപ ചെലവായി? In order to find the same, what we have to do? Let us add these two. Column wise addition ആണ്. 100th column ആണ് 9, 10th column 6 ആണ്. Decimal point ഉണ്ട്. 9 plus 9 8 ആണ്. The balance 1 on the top ആണ്. 2 കിട്ടി. 1 plus 1 2 കിട്ടി. This one alone 1. So total how much rupees ആണ് സീമയ്ക്ക് വന്നത്? 1228.69 rupees ആണ് ഇതിന് ചെലവായത്. Isn't it? Let us read the remaining things. അതാ, how much money did she spend in all? എത്ര രൂപ ചെലവാക്കി? She spent how much rupees? She spent rupees 1228.69 rupees. Isn't it? She spent this much rupees. Continue. How much money did the shopkeeper return to her if she gave him rupees 1500? അപ്പോൾ സീമയുടെ ബില്ല് എത്ര രൂപയായിരുന്നു? rupees 1228 ആണ് അല്ലേ? പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും കറക്റ്റ് ഇങ്ങനെ ബാലൻസ് ഉണ്ടാവുമോ? കറക്റ്റ് ഷോപ്പ് കീപ്പർ പറയുകയാണ് നിങ്ങൾ വാങ്ങിച്ച ഐറ്റംസിന് ദിസ് മച്ച് റുപ്പീസ് ആണ്, സോ യു മേ പ്ലീസ് ഗിവ് ദിസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ മേ ബി ഹാവിങ് ചേഞ്ച് വിത്ത് യു? നോ, സംടൈം യു ഡോണ്ട് ഹാവ് ചേഞ്ച്. ഹിയർ ആൾസോ സീമ ഡസൻറ്റ് ഹാവ് ചേഞ്ച്. So she gave how much rupees to the shopkeeper? Rupees 1500 ആണ് അല്ലേ? To the shopkeeper ഇത്രയും രൂപ കൊടുത്തു. She gave rupees 1500 to the shopkeeper ആണ് അല്ലേ? ഷോപ്കീപ്പർക്ക് ഇത്രയും രൂപ കൊടുത്തു. So what will be the balance given to her? എത്ര രൂപ ബാലൻസ് കിട്ടും? Balance given to സീമ. സീമയ്ക്ക് എത്ര രൂപ ബാലൻസ് കൊടുത്തിട്ടുണ്ടാവും ഷോപ്പ് കീപ്പറെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ അതെ. Okay, sometimes your mother will tell you go and buy some potatoes or some onions or tomatoes like that way. Okay, and she may give 100 rupees or some other things. Okay, sometimes the total cost is only for 60 rupees or 65 rupees like that way. Then how do you calculate the balance? നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് കണക്കാക്കുക? Will you wait for the shopkeeper? No, you may tell. You are smart children. So before the shopkeeper is telling, you may tell, we need this much rupees back. Isn't it? Isn't it? Yes, teacher knows. So here also, Seema have this much amount. Seema has this much amount with her. But only how much rupees she need to pay to the shopkeeper? 1228 something.
ഹൗ ഡു യു ഫൈൻഡ് ദ ബാലൻസ് ദെൻ? ബാലൻസ് കാണാൻ ഇതിനകത്തുള്ള വലിയ എമൗണ്ട് ആരാ? 1500 ആണ് അല്ലേ? അതിൽ നിന്ന് നമ്മൾ ഏത് സബ്ട്രാക്ട് ചെയ്യണം? 1228.69 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് ബാലൻസ് കാണാൻ. പക്ഷേ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് നമ്പർ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഡെസിമൽ പ്ലേസ് ബട്ട് ദ സെക്കൻഡ് വൺ ഡെസിമൽ പ്ലേസസ് ഉണ്ട്. സോ ഹൗ ഡു വി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? നോ, വി ഷുഡ് ഹാവ് ലൈക്ക് ഡെസിമൽസ് വേണം. വാട്ട് ഈസ് മീൻ ബൈ ലൈക്ക് ഡെസിമൽസ്? ഡെസിമൽസ് വിത്ത് സെയിം നമ്പർ ഓഫ് ഡെസിമൽ പാർട്ട് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഡെസിമൽ പാർട്ട് വേണം. സോ വാട്ട് വി ഡു? We don't have decimal. So what we do? Simply put a decimal point, add 2 zeros on the right side, isn't it? So how many digits are here? 2 digits are there. So teacher has added 2 zeros add ചെയ്തു അല്ലേ? ആക്ച്വലി ഇവിടെ ഇല്ല, ബട്ട് നമുക്കത് ബാലൻസ് കറക്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 0.00 എന്ന് ചെയ്തു. നൗ സബ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. അവിടെ ഒന്നും ഡിജിറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ 4 ആക്കി. ഇത് 9, again 9, again 9, ലാസ്റ്റ് വൺ എത്ര വരണം? 10 വരണം. 10ൽ നിന്ന് 9 പോയാൽ 1, 9ൽ നിന്ന് 6 3, 9 - 8 1, 9 - 2 7, 4 - 2 2. അപ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടിയത്? ഷി ഗോട്ട് ₹271.31. ക്ലിയർ ടു ആൾ? ഇസ് ഇറ്റ് ഓക്കെ? നെക്സ്റ്റ് ഈസി ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സീമയുടെ കേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഷീമ ബോട്ട് സംതിങ് ഫോർ ദിസ് മച്ച് റുപ്പീസ്, ഷീ ഗാവ് 1500. സോ ഷോപ്കീപ്പർ ഗാവ് ഹിം എ ബാലൻസ്, ഗാവ് ഹർ എ ബാലൻസ് ഓഫ് ₹271.31 ലൈക്ക് ദാറ്റ് വി ടോട്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു അല്ലേ? സീമ ഗാവ് സം എമൗണ്ട് ടു ഹിം, ഹി ഗാവ് ഹർ ദ ബാലൻസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ത്രൂ ദിസ് ട്രാൻസാക്ഷൻസ് sometimes we may feel it is profitable to us or sometimes it is loss for us അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരുപാട് ബോർഡുകൾ ഉണ്ടാവും അല്ലേ? ദർ ഈസ് എ ഡിസ്കൗണ്ട് ഓഫ് ദിസ് മച്ച് റുപ്പീസ് ഓർ ലൈക്ക് ദാറ്റ് വേ ദേ ഹാവ് റിട്ടൺ അല്ലേ? അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവുക. അപ്പോൾ എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള കേസ് വരുന്നത് എപ്പോഴാണ്? The transaction is moving on. Which transaction is? Buying and selling. ആ ബൈയിങ് പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് പ്രൈസ് എന്നല്ല. ബൈയിങ് പ്രൈസ് നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് ആ കൊടുക്കുന്ന വിലയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് പ്രൈസ്. ഇഫ് വി ബൈ സംതിങ് ദാറ്റ് ഈസ് കോൾഡ് അവർ ബൈയിങ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഓക്കെ, സപ്പോസ് ഇഫ് യു ബൈ എ ഷൂ ഫോർ ₹600, then 600 is called your cost price എന്നാണ്. Clear to you? Here is written, it is the price at which an item is bought എന്നാണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്ന ആ വിലയ്ക്കാണ് എന്ത് പറയുക? കോസ്റ്റ് പ്രൈസ്. ആൻഡ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ബൈ CP എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ വാട്ട് ഈസ് സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് വെരി ക്ലിയർ ആണ് അല്ലേ? ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് an item is sold. നമ്മൾ വിൽക്കുന്ന പ്രൈസിനാണ് എന്ത് പറയുക? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുക. അപ്പോൾ 2 കണ്ടീഷൻസ് അറൈസസ് ആവും. എന്താണ്? നോട്ട് ഓൺലി 2 കണ്ടീഷൻ, ദർ ആർ 3 കണ്ടീഷൻസ് അറൈസസ് ആണ്. അപ്പോൾ കമ്പാരിസൺ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ 2 ക്വാണ്ടിറ്റീസ് ആർ ഈക്വൽ എന്ന് വരും. വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് എന്നാണ്. അവിടെ പ്രോഫിറ്റും ഇല്ല, നമുക്ക് ലോസും സംഭവിക്കുന്നില്ല. അടുത്ത കണ്ടീഷൻ, സെല്ലിംഗ് പ്രൈസ് കൂടുതലാണ്. സപ്പോസ് നിങ്ങൾ ഒരു ടീച്ചർ ഒരു സ്റ്റോറി പറയുകയാണ്. ഇപ്പം നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചു. ബുക്കിന് നിങ്ങൾ 100 റുപ്പീസ് പേ ചെയ്തു. എത്ര രൂപയാണ് കൊടുത്തത്? 100 റുപ്പീസ് പേ ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ആ ബുക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് അത് വിൽക്കുകയാണ്. സപ്പോസ് നിങ്ങൾ വിൽക്കുന്ന വില 110-നാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി യു ബോട്ട് എ ബുക്ക് ഫോർ ₹100 ആണ്. ആഫ്റ്റർ സം ഡേയ്സ് യു ഡിസൈഡഡ് ടു സെൽ ഇറ്റ് ഫോർ ₹110 ആണ്. സോ വാട്ട് ഡു യു ഫീൽ ആക്ച്വലി? ഒരു 10 റുപ്പീസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ കിട്ടും അല്ലേ? ആൻഡ് എക്സ്ട്രാ എന്ന് പറയുന്നത് യു ആർ ഗെറ്റിംഗ് ദ സെയിം ആണ് അല്ലേ? നിങ്ങൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രോഫിറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിട്ട് വരുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2? സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോഫിറ്റ് എന്ന് വിളിക്കുക. പക്ഷേ ചില കേസിൽ നമ്മളിപ്പോൾ സ്കൂട്ടറൊക്കെയാണ്,
ഒരു സ്കൂട്ടർ വാങ്ങുകയാണ് 50,000 റുപ്പീസിന് നമ്മളൊരു സ്കൂട്ടി എന്തെങ്കിലും വാങ്ങിച്ചു. ഒരു വർഷം മേ ബി 1 ഇയറോ അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ ലേറ്റർ ക്യാൻ യു ബൈ ഇറ്റ് മോർ ദാൻ 50,000 വിൽക്കാൻ കഴിയുമോ? നോ അല്ലേ. ജസ്റ്റ് ബിലോ ആണ് നമ്മൾ കൊടുക്കുക. മേ ബി 45,000 നമ്മൾ സോൾഡ് ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ ഈ കേസസിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്കിത് ലാഭമാണോ? ആണോ? നിങ്ങൾക്ക് അവിടെ ലാഭമാണോ നഷ്ടമാണോ സംബന്ധിച്ചത്? നിങ്ങൾ ആക്ച്വലി 50,000 പേ ചെയ്തിരുന്നു അല്ലേ സ്കൂട്ടർ വാങ്ങിക്കാൻ. പക്ഷേ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 45,000 റുപ്പീസാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഷ്വർലി ലോസ് ആണ് ആ ട്രാൻസാക്ഷനിൽ അല്ലേ. അപ്പോൾ എത്ര രൂപ ലോസ് ആണ്? ഇവരുടെ രണ്ടുപേരെയും ഡിഫറൻസ്. അതിനാണ് ഡിസൈഡ് ചെയ്ത് CP മൈനസ് SP. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ദർ ആർ 3 കേസസ് അറൈസസ് ആണ്. ഒരു കേസിൽ 2 വാല്യൂസും സെയിം ആണെങ്കിൽ ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നാണ്. ചില കേസിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ആവുമ്പോൾ പ്രോഫിറ്റാണ്, സെല്ലിംഗ് പ്രൈസസ് കുറവാകുമ്പോൾ ലോസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തിട്ട് ഈ ഫോർമുലയിലേക്ക് വരും. ക്ലിയർ ടു ആൾ? ലെറ്റ് us കണ്ടിന്യൂ ദിസ് ടോപ്പിക് ഓൺ നെക്സ്റ്റ് ക്ലാസ്. Thank you. Complete your notebook today itself. Thank you, children.